ഹലോ സ്റ്റുഡൻസ്, 10ാം ക്ലാസ്സിൻ്റെ സെക്കൻഡ് ടേം എക്സാമിൻ്റെ കേരള പാഠാവലിയുടെ ഉത്തരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെയും കാണണം. കാരണം കൃത്യമായിട്ട് എങ്ങനെയായിരുന്നു ആൻസർ ചെയ്യേണ്ടിയിരുന്നത്, ഇനി ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിന് എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്ന് നമ്മൾ കൃത്യമായി വിശകലനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി അവധി കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ എഴുതിക്കൊണ്ട് പോകേണ്ട കുട്ടികൾ തീർച്ചയായും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെയും കാണുക. അപ്പോൾ നമുക്ക് എത്ര മാർക്ക് കിട്ടിയെന്നൊക്കെ നമുക്ക് വിലയിരുത്താവുന്നതാണ്. 1 മുതൽ 4 വരെ ചോദ്യങ്ങൾക്ക് ശരിയുത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒന്നാമത്തെ പാർട്ടിൽ 1 മാർക്കാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 4 ശരി ഉത്തരങ്ങൾക്ക് 4 മാർക്ക്. ഒന്നാമത്തെ ചോദ്യം, മന്നവ കേൾക്ക ഭരദ്വാജ നന്ദന നിന്നുള്ള യോദ്ധാക്കളിൽ പ്രബലാധിപൻ. അപ്പോൾ ഞാൻ ഈ പാഠം പഠിപ്പിച്ചപ്പോൾ തന്നെ പറഞ്ഞു ഈ ഒരു വരി കൃത്യമായി ഓർത്ത് വെക്കണമെന്ന്. അങ്ങനെ 2-3 വരികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരിയായിരുന്നു ഇത്. ഭരദ്വാജ നന്ദനൻ ആരാണ് എന്നതാണ്. കഥകൾ അതിമോഹനം എന്ന പാഠഭാഗത്ത് നിന്നിട്ടുള്ള ആ ഒരു കവിതയിൽ നിന്നിട്ടുള്ള വരികളാണിത്. അതിൽ ഭരദ്വാജ നന്ദനൻ ആരാണ് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ്: സ്യോദനൻ, ഭീഷ്മർ, ദ്രോണർ, കർണൻ. കർണൻ പറയുന്ന വാക്കുകളാണിത്. അപ്പോൾ തെറ്റിദ്ധരിക്കാനിടയുണ്ട്. കർണൻ ആരെപ്പറ്റി പറയുന്ന വാക്കാണ്? ദ്രോണരെ പറ്റി പറയുന്ന വാക്കാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ ഒരു രാക്ഷസനാണോ? മണ്ണും മനുഷ്യനും അയൽക്കാരനോടുള്ള കഥാകാരൻ്റെ ഈ ചോദ്യത്തിൽ പ്രകടമാകുന്നത് എന്ത്? ഓപ്ഷൻസ്: മരം മുറിച്ചതിലുള്ള ദേഷ്യം, ബംഗ്ലാവ് പണിതതിലുള്ള അസൂയ, അയൽക്കാരനോടുള്ള അകൽച്ച, തന്നോട് സംസാരിക്കാത്തതിലുള്ള അനിഷ്ടം. ഏതായിരുന്നു? മണ്ണും മനുഷ്യനും എന്ന പാഠഭാഗത്തു നിന്നാണ്. അപ്പോൾ അയൽക്കാരനോട് ചോദിക്കുന്ന ചോദ്യം, കഥാകാരൻ്റെ ഈ ചോദ്യത്തിൽ എന്താണ് പ്രകടമാകുന്നത്? മരം മുറിച്ചത് കൊണ്ടുള്ള ദേഷ്യമാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ്, മരം മുറിച്ചതിലുള്ള ദേഷ്യം. ചോദ്യം 3, ചുവടെ ചേർത്തെഴുതിയ പദങ്ങളിൽ വ്യത്യസ്തമായത് ഏത്? എ, നുറുക്കി ഇടുക, നുറുക്കിയിടുക. ബി, മുഖത്തെറിഞ്ഞു, മുഖത്തെറിഞ്ഞു. പ്രധാനമന്ത്രി ആയി, പ്രധാനമന്ത്രിയായി. സ്വാമിയുടെ, സ്വാമിയുടെ. ഇതിലേതാണ്? ഓപ്ഷൻ ബി ആണ്, മുഖത്ത് എറിഞ്ഞു, മുഖത്തെറിഞ്ഞു എന്നതാണ് ഉത്തരം. അവിടെ എകാരമാണ് ഇരട്ടിച്ച് വന്നിട്ടുള്ളത്. മുഖത്തെറിഞ്ഞു എന്നത് വിഗ്രഹിച്ച് എഴുതുമ്പോൾ മുഖത്ത് അധികം എറിഞ്ഞു, മുഖത്തെറിഞ്ഞു. ഇനി 4ാമത്തെ ചോദ്യം, പിതാവിൻ്റെ ജന്മദേശത്തെക്കുറിച്ചുള്ള വർണ്ണനകൾ നരേന്ദ്രൻ്റെ ഉള്ളിൽ പതിഞ്ഞു കിടന്നു. മുരിങ്ങാമരത്തോപ്പ്. പിതാവിൻ്റെ ജന്മദേശം നരേന്ദ്രൻ്റെ ഉള്ളിൽ പതിയാനുള്ള കാരണങ്ങളിൽ ശരിയായത് ഏത്? 1, അമ്മയുടെ വർണ്ണനകൾ അത്രയ്ക്ക് ഹൃദ്യമായിരുന്നു. 2, അച്ഛൻ്റെ ദേശം നരേന്ദ്രൻ കുട്ടിക്കാലത്ത് സന്ദർശിച്ചിരുന്നു. അപ്പോൾ ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്. നരേന്ദ്രൻ ഒരിക്കലും കുട്ടിക്കാലത്ത് അച്ഛൻ്റെ ദേശം സന്ദർശിച്ചിരുന്നില്ല. അപ്പോൾ 1ാമത്തെ കാരണം മാത്രമാണ് ശരി. ഏതാണ്? അമ്മയുടെ വർണ്ണനകളിൽ നിന്നായിരുന്നു അവൻ ആ അച്ഛൻ്റെ ദേശത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്നത്. അപ്പോൾ 1ാമത്തെ കാരണം മാത്രമാണ് ശരി. അപ്പോൾ ഓപ്ഷൻ 1 മാത്രം ശരി, 1ഉം 2ഉം ശരി, 2 മാത്രം ശരി, 1ഉം 2ഉം തെറ്റ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം, 1 മാത്രം ശരി എന്നുള്ളത്. ഇനി 5, 6 ചോദ്യങ്ങൾക്ക് 2ഓ 3ഓ വാക്യത്തിൽ ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 2 മാർക്കാണ്. അപ്പോൾ 2ഓ 3ഓ വാക്യങ്ങളിൽ മാത്രം ഉത്തരം എഴുതിയാൽ മതിയാവും. 5ാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ എന്ന ശീർഷകം കാവ്യഭാഗത്തിന് എത്രമാത്രം യോജിക്കുന്നുണ്ട് വ്യക്തമാക്കുക. ചോദ്യം 6ന് എയും ബിയും ഉണ്ട്. എ ക്വസ്റ്റ്യൻ, നരേന്ദ്രൻ ആ മനുഷ്യനെ നാളിതുവരെ കാണാത്ത മട്ടിൽ തുറിച്ചു നോക്കി. ആ തുറിച്ചു നോക്കി എന്നുള്ളത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. നാളിതുവരെ കാണാത്ത മട്ടിലായിരുന്നു ആ മനുഷ്യൻ്റെ തുറിച്ചു നോട്ടം. നോട്ടം എന്നതും അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അടിവരട്ട പദങ്ങൾ തമ്മിലുള്ള ബന്ധവും ഭാഷാപരമായ പ്രത്യേകതകളും കുറിക്കുക. ഇനി ബി ക്വസ്റ്റ്യൻ, മാഷെ എത്ര സെൻറ്റ് വരും? നിങ്ങൾ ആകെ എത്ര GB?
ബത്തേരിക്കടുത്ത് മലങ്കരയിൽ. നമ്മുടെ കാഴ്ചപ്പാടിൽ വന്ന മാറ്റങ്ങൾ ഈ വരികളിൽ പ്രതിഫലിക്കുന്നത് എങ്ങനെ? ഇനി 7 മുതൽ 11 വരെ ചോദ്യങ്ങൾക്ക് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 5 മാർക്കാണ്. 2 ചോദ്യങ്ങൾക്ക് 5 മാർക്ക്. 7 മുതൽ 11 വരെ ചോദ്യങ്ങളാണ്. അപ്പോൾ 5 ചോദ്യങ്ങൾക്ക് 5 മാർക്ക് വീതം 25 മാർക്കാണ്. 7ാമത്തെ ചോദ്യം, ഏതാണ് എൻ്റെ ദേശം? പെറ്റു വളർന്ന ബർമയിലെ ബില്ലീൻ എന്ന ഗ്രാമമോ? ഞാൻ എന്ന സ്വത്വത്തിന് മേൽവിലാസവും പെരുമയും കന്നി സമ്മാനിച്ച എൻ്റെ വാർദ്ധക്യത്തിന് ശയ്യയൊരുക്കിയ തൃക്കോട്ടൂരംശം പാലൂരു ദേശമോ? UA ഹാദർ. സ്വന്തം ദേശം ഏതാണെന്ന് തീർത്ത് പറയാനാകാതെ എഴുത്തുകാരൻ ഉഴലുന്നത് എന്തുകൊണ്ടാകും? നിങ്ങളുടെ നിരീക്ഷണം അവതരിപ്പിക്കുക. ചോദ്യം 8. മുറ്റത്തെ വെള്ളത്തൊട്ടിയിൽ വീണ് കിടക്കുന്ന അമ്പിളിമാമൻ്റെ പ്രതിബിംബം കൈക്കുമ്പിളിൽ കോരിയെടുക്കാനായിരുന്നു യൂസഫ്. അത് സാധ്യമല്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ തല കുമ്പിട്ട് വെള്ളത്തിലെ അമ്പിളിമാമനെ മുത്തമിടുകയാണവൻ. തേൻ. തന്നിരിക്കുന്ന വാക്യങ്ങളിൽ തെളിയുന്ന യൂസഫിൻ്റെ മാനസികാവസ്ഥയും പാഠത്തിലെ മറ്റു സന്ദർഭങ്ങളും പരിഗണിച്ച് യൂസഫ് എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക. ചോദ്യം 9. പതിറ്റാണ്ടുകൾ കഴിഞ്ഞു, തെക്കൻ നീരിലുറച്ചു, എന്നിട്ടും എഴുതുമ്പോൾ ഓർമ്മയിൽ പരതുമ്പോൾ ആലപ്പുഴ നിറക്കാരി, ആലപ്പുഴ മുടിക്കാരി, ജലമെന്നോ വെള്ളമെന്നോ തിരിയാതെ തിരിയുന്നു. ആലപ്പുഴ വെള്ളം. ആലപ്പുഴ വെള്ളം എന്ന കവിത ദേശാനുഭവം മാത്രമല്ല, സ്ത്രീ അനുഭവം കൂടിയാണ്. തന്നിരിക്കുന്ന വരികളും കവിതകളിലെ മറ്റു സൂചകങ്ങളും പരിഗണിച്ച് മുകളിൽ നൽകിയ പ്രസ്താവനയോട് പ്രതികരിക്കുക. ചോദ്യം 10. പൊതുവെ നമ്മുടെ ആവശ്യത്തിനോ കഴിവിനോ അനുസരിച്ചല്ല മറ്റുള്ളവരെ കാണിക്കാനാണ് മലയാളികൾ വീട് വയ്ക്കുന്നത്. മുരളി തുമ്മാരുകുടി. അത് ഒരു വീടായിരുന്നില്ല, വലിയ ഒരു ബംഗ്ലാവ് അല്ലെങ്കിൽ ഒരു കൊട്ടാരം തന്നെയായിരുന്നു. മണ്ണും മനുഷ്യനും. വീട് ആഡംബരത്തിൻ്റെ പ്രതീകമായി മാറുന്നുണ്ടോ? 2 നിരീക്ഷണങ്ങളും വർത്തമാനകാല സാഹചര്യങ്ങളും വിമർശനാത്മകമായി വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക. ചോദ്യം 11. 11ാമത്തെ ചോദ്യത്തിന് എയും ബിയും ഉണ്ട്. സന്തോഷത്തിൻ്റെ ആദ്യ വ്യവസ്ഥകളിൽ ഒന്ന് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം തകർക്കാൻ പാടില്ല എന്നതാണ്. ലിയോ ടോൾസ്റ്റോയ്. തണുത്ത കാറ്റ് അയാളുടെ നെറുക തലോടി, ഇമകളെയും ചുംബിച്ചു, മുടിയിഴകളെ താരാട്ടി. വെള്ളം ഒരു മടിത്തട്ടാണ്, വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല. പ്രകൃതി മനുഷ്യന് പകരുന്ന സാന്ത്വനവും സന്തോഷവും ഈ വാക്യങ്ങളിൽ പ്രകടമാകുന്നുണ്ടോ? വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ക്വസ്റ്റ്യൻ ബി. നമ്മൾ ജീവിക്കുന്ന പ്രദേശത്ത് അല്ലെങ്കിൽ ചുറ്റുമുള്ള ജനം ഏതു ഭാഷയാണ് സംസാരിക്കുന്നത് അത് ശുദ്ധമായി സംസാരിക്കുക എന്നതാവും നാം അവർക്ക് നൽകുന്ന ആദരം. ഞാൻ നിങ്ങളെപ്പോലെയല്ല, വ്യത്യസ്തനാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി സംസാരിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള സംസ്കാരശൂന്യതയുടെ അടയാളമാണ്. പ്രകാശ് രാജ്.
അമ്മ മമ്മിയായെന്നേ മരിച്ചു മലയാളം. ഇന്നുള്ളതതിൻ ഡാഡി ജഡമാം മലയാളം. കുഞ്ഞുണ്ണി മാഷ്. വൈദേശിക ഭാഷാഭ്രമത്തെക്കുറിച്ചുള്ള 2 എഴുത്തുകാരുടെയും പ്രതികരണങ്ങൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക. 12ാമത്തെ ചോദ്യമാണ്. എയും ബിയും ഉണ്ട്. ക്വസ്റ്റ്യൻ എ, നമ്മുടെ കാലഘട്ടം ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടാൻ മനുഷ്യവംശം ഉയർന്ന സാർവദേശീയമായ ഉത്തരവാദിത്വം വളർത്തിയെടുക്കേണ്ടതുണ്ട്. ഭാവി തലമുറയ്ക്ക് വേണ്ടിയുള്ള കരുതലും പരിസ്ഥിതിയെ ശരിയായ രീതിയിൽ പരിപാലിക്കലും ഈ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമാണ്. ദലൈലാമയുടെ ഈ കാഴ്ചപ്പാടും വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല, മണ്ണും മനുഷ്യനും എന്നീ പാഠഭാഗങ്ങളിലെ ആശയങ്ങളും പരിഗണിച്ച് പ്രകൃതിയെ വരും തലമുറയ്ക്കായി കാത്തുവയ്ക്കാം എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക. ക്വസ്റ്റ്യൻ ബി, ആശയം, ആസ്വാദന അംശങ്ങൾ, കാലിക പ്രസക്തി എന്നിവ പരിഗണിച്ച് കവിതയ്ക്ക് ആസ്വാദനം തയ്യാറാക്കുക. ഒരു പ്രഭാതം. പഞ്ഞിപോൽ നിരന്നു കാൺമൂ നീലവിണ്ണിലായി കാറ്റിനൊത്തു പാറിടുന്ന മേഘമാലകൾ, അതിൻ്റെ വക്കിൽ മിന്നിടുന്നു വർണ്ണനൂലുകൾ. എത്രയേറെ നിർമ്മലം പ്രഭാതവിണ്ടലം. മഞ്ഞണിഞ്ഞ പുല്ലുകളിൽ കുഞ്ഞു കുഞ്ഞു സൂര്യൻ, ഇമ്പമാർന്നു തുമ്പി വന്നു കുമ്പിടുന്നു പൂക്കൾ. ചന്തമുള്ള ചേല നെയ്തു നീർത്തിടുന്നു തീരം, എത്രയേറെ സുന്ദരം എൻ വസുന്ധര. പി മധുസൂദനൻ. വിണ്ടലം എന്ന വാക്കിൻ്റെ അർത്ഥം ആകാശവും വസുന്ധര എന്ന വാക്കിൻ്റെ അർത്ഥം ഭൂമി എന്നുമാണ്. ഈ ഒരു കവിതയ്ക്ക് ആസ്വാദനം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്.